ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പറയണ ചില ആളുകളെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയും, അവനുണ്ടല്ലോ ഭാഗ്യമാണ്, അവൻ തുടർന്നതെല്ലാം പൊന്നാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാമോ? ഒരു മനുഷ്യനും ഈ ഒരു തുടർന്നതെല്ലാം പൊന്നാവില്ല. അതിനൊക്കെ ഇപ്പൊ ഏതൊരാൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും അവരുടെ ഭൂതകാലത്തിലേക്ക് പോയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് അത്രയും കഷ്ടപ്പാട്, അത്രയും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടി അവർ കടന്നു പോയിട്ടുണ്ടാവും. നൂറ് നൂറ് റിജക്ഷൻ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. നൂറ് നൂറ് കഥയുണ്ടാവും അവരെ സംബന്ധിച്ച് അവർക്ക് പറയാനായിട്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെ പറയണേ? ഇന്ന് അവരുടെ വണ്ടി, അവരുടെ നല്ല വീട്, അവരുടെ പൊസിഷൻ, അവരുടെ ബിസിനസ്, അവരുടെ സ്റ്റൈല്, മൊത്തം അവരുടെ ലൈഫ് സ്റ്റൈല് കണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടിട്ടാ പറയണേ അവന് എല്ലാം ഭാഗ്യമാണ്. ഒരു മനുഷ്യനും വെറുതെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഭാഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്ക്യൂസും പറഞ്ഞ് വെറുതെ ഇരിക്കാതിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ക്ലാരിറ്റിയോടെ എഴുതാൻ റെഡിയാവുക. നിങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വിശ്വസിച്ചിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്രവർത്തനമെങ്കിലും ചെയ്യാൻ തുടങ്ങുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആക്ഷനിൽ പോണ ഏതൊരാൾക്കും അവൻ്റെ ജീവിതം വിജയമാക്കാൻ പറ്റും. അപ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നം എന്താ? ഏത് സമയവും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയില്ല, ക്രിയേറ്റീവായിട്ട് ഒന്നും കാണുകയില്ല, അവനവനെ വിശ്വസിക്കുകയില്ല. എന്നിട്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയും. അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു മണ്ടത്തരം ചെയ്യല്ലേ.